ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാപ്പനംകോട് പൂഴിക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. കുറേ നാളത്തെ വെയിറ്റിങ്ങിന് ശേഷമാണ് സത്യത്തിൽ ഈ സൈറ്റ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 5-6 മാസത്തോളമായിട്ട് ഇവിടുത്തെ ഈ ക്ലയൻറ്റ് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിളിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും ദൂരക്കുള്ളും അല്ലെങ്കിൽ മറ്റ് പല വർക്കിൻ്റെയും പുറത്ത് തിരക്കായതുകൊണ്ട് വന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മൾ ഈ പ്രാവശ്യം ഈ വർക്ക് വന്ന് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും ഫോട്ടോസുമാണ് ഇന്നത്തെ ഈ സെഗ്മെൻറ്റിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, സാധാരണ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ കാണുന്ന പോലെ തന്നെയാണോ അത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ നമ്മൾ ഓരോ സ്ഥലത്തെ വീടിൻ്റെ വർക്ക് ചെയ്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങളുടെ വീട് ഈ രീതിയിലാണെങ്കിൽ ആ ഒരു കണ്ടംപററി പാറ്റേൺ ഉള്ള വീടിന് നമ്മുടെ പോലുള്ള നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്കും ശരിയാകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തുടർന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടോ. ഞാൻ കുറച്ച് ഡീറ്റെയിൽസൊക്കെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആ മനോഹരമായ വീട് വരുന്നത്. ആ വീടിൻ്റെ ഇപ്പം ഫ്രണ്ടിൽ കാണുന്ന ഇവിടെ കാണുന്ന ഇതൊരു പോർച്ചാണ്, പോർച്ചിൻ്റെ ഏരിയയാണ്. മുകളിൽ കാണുന്നതാണ് ബാൽക്കണി വരുന്നത്. അങ്ങനെ 2 വർക്കിൻ്റെ സെഗ്മെൻറ്റാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതിലെ പോർച്ചും ബാൽക്കണി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ ഷേപ്പിൽ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഫ്രെയിം വർക്ക് തന്നെ വന്നിരിക്കുന്നത്. കളർ പാറ്റേണിനകത്ത് മാത്രമാണ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞിരുന്നു നമുക്ക് താഴെ ഈ ഭാഗത്ത് വാൾനട്ട്, ഇത് കുറച്ച് സന്ധ്യയായ സമയമായതുകൊണ്ടാണ് കറക്റ്റ് ലൈറ്റിംഗ് നിങ്ങൾക്ക് കിട്ടാത്തത്. ഓക്കെ, താഴെ വാൾനട്ട് പിന്നെ ഗ്രേ ഷെയ്ഡിലാണ് ഫ്രെയിമിൻ്റെ പെയിൻറ്റിങ് മുഴുവൻ വന്നിരിക്കുന്നത്. കാര്യം ഇവിടെയുള്ള വീടിൻ്റെ മുഴുവൻ പെയിൻറ്റിങ്ങും ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പിലെ ഭാഗം വരുമ്പോൾ അവിടെ നമുക്ക് ഗ്രേ കോമ്പിനേഷൻ മതി എന്ന് പറഞ്ഞിരുന്നു. ഫുള്ളായിട്ട് ഗ്രേ കോമ്പിനേഷൻ മതി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ കാർ പോർച്ചിൻ്റെ എൻട്രൻസ് ഭാഗമാണ്. ഇതാണ് കാർ പോർച്ച് വന്നിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 18 അടിയോളം ലെങ്ത് വരുന്നുണ്ട്. വിഡ്ത്ത് ഏകദേശം 14 അടിയോളം വിഡ്ത്ത് വരുന്നുണ്ട്. 18-14 എന്നുള്ള സൈസിലാണ് ഈ പോർച്ച് വന്നിരിക്കുന്നത്. ഓക്കെ, നോർമൽ കാണുന്ന പോലെ തന്നെ സ്ട്രെച്ചർ ബോർഡർ വർക്ക് നല്ല ഫിനിഷിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ പില്ലർ സെഗ്മെൻറ്റുകളൊക്കെ കൊടുക്കുന്നത് വിയോ എക്സോ വൈ ഒക്കെ പോലെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ 4 പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 2 വെച്ചിട്ടുള്ളത് അത് 4 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യം മറ്റൊരു ഡിസൈൻ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാൻ കഴിയാത്തത് ഗേറ്റ് കറക്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളിതിനെ പുറത്തേക്ക് ലെഗ് വരുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കൊടുക്കാറുള്ളപ്പോൾ ഇൻസൈഡ് ആയിരുന്നു പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഔട്ട്സൈഡ് പ്ലാൻ ചെയ്ത് ഹുക്ക് ചെയ്ത് പോർച്ച് നിൽക്കുന്ന രീതിയിൽ ഉള്ളൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ വാൾനട്ട് എന്ന് പറഞ്ഞാൽ സീലിങ്ങിൻ്റെ പ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളറിൻ്റെ കളറല്ല ലൈറ്റിൻ്റെ ഒരു ഡിഫറൻസാണ് ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. ലൈറ്റ് വേറെ രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഇവിടെ വന്നിരിക്കുന്നതിൽ 8 ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ഈ റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. സ്ക്വയർ ടൈപ്പ് ഷേപ്പിലുള്ള ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 8 എണ്ണം 6 വോൾട്ടിൻ്റെയും നടുക്ക് കൊടുത്തിരിക്കുന്ന 1 എണ്ണം 18 വാട്ടിന്. അത് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് വന്നിരിക്കുന്നത് മുഴുവൻ നമ്മുടെ വാം വൈറ്റ് എന്ന് പറയുന്ന ഒരു കളറുണ്ട്. വാം വൈറ്റ്, അതായത് മഞ്ഞ കളർ. ഇത് ക്ലിയർ ആയിട്ടുള്ള വൈറ്റ് കളറാണ്. അത് കുറച്ചുകൂടി വലുത് ലൈറ്റ് സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇത് കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നേരിട്ട് കാണുന്ന നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഈ പോർച്ചിന് ശേഷം അടുത്തത് വരുന്നത് നമ്മുടെ ബാൽക്കണി സെഗ്മെൻറ്റാണ്. ബാൽക്കണിയിലേക്കാണ് താഴെ നോക്കും. ബാൽക്കണി ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് ഏകദേശം 2.5 ഫീറ്റ് 2 അടിയോളം നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താണ്ടിരിക്കുന്നത്. വെള്ളം ഒട്ടും അകത്തേക്ക് പോകാത്ത രീതിയിൽ. അത് ഗ്രേ കളറാണ്. അത് ഞാൻ ടോപ്പിലേക്ക് കയറിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ടോപ്പിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ടോപ്പിൽ കയറി വന്ന് ഇവിടുത്തെ ടോപ്പിലെ ബാൽക്കണി ഏരിയയാണ് കാണിക്കുന്നത്. ഇത് ഫുള്ള് ഗ്രേ കളറാണ് സീലിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ഈ കോർണറിലായിട്ട് ഒരു പില്ലർ വന്നിട്ടുണ്ട്. മൊത്തം വാം വൈറ്റ്, അതായത് മഞ്ഞ ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് വന്നിട്ടുണ്ട്. ഇവിടെ സൺഷെയ്ഡ് പോലെ കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഈ ഷേപ്പിനനുസരിച്ച് തന്നെ ഇത് ഫുള്ള് നമ്മളത് മേക്ക് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാര്യം ഗ്രേ കളർ മതി എന്ന് പറയാൻ കാര്യം ഇവരുടെ സിവിലിൻ്റെ ഒരു വർക്ക്, അതിന് വന്നിരിക്കുന്ന പെയിൻറ്റിംഗ് എല്ലാം ഒരു ഗ്രേ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വ്യത്യാസം അറിയാതിരിക്കാനായിട്ടാണ് ആ ഗ്രേ ഷെയ്ഡ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ടോപ്പിലെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിന് ടോപ്പിലെ സൈഡ് നമ്മൾ ലൈനറിൻ്റെ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പതിവ് നമ്മൾ കൊടുക്കുന്ന രീതിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈനർ ഷീറ്റ് കൊടുത്തിരിക്കുന്നു. ഇതും ടോപ്പ് സൈഡെല്ലാം ഗ്രേ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കോമണായിട്ട് തന്നെ പറയാം. താഴെ കാർ പോർച്ച് കാണാൻ പറ്റും. കാർ പോർച്ച് ഹുക്ക് ചെയ്തിരിക്കുന്ന രീതിയാണ് കാണുന്നത്. മുകളിലോട്ട് ഒരു ഇങ്ങനെ ഒരു സ്റ്റമ്പ് പോലെ നമ്മളങ്ങ് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഗ്രേ ഷെയ്ഡ് തന്നെയാണ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പാത്തി കൊടുത്തിട്ടുണ്ട്. പാത്തിയൊക്കെ പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന് ബാക്ക് സൈഡിൽ പാത്തിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പൊതുവെ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആവശ്യമില്ല. എന്നാലും ഇപ്പോൾ പറഞ്ഞതുപോലും ഞാൻ പറഞ്ഞത് ഇച്ചിരി കൂടുതലാണെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ കേൾക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവണമെന്ന് വിചാരിച്ചാണ് എപ്പോഴും ഇതേ കാര്യങ്ങളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വർക്കിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പം വീഡിയോയുടെ ക്ലിപ്പിങ്സും പിന്നെ കുറച്ച് ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയ്ക്ക് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക. എന്തെങ്കിലും കാരണത്താൽ ഏതെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഫാപ്ടെക് എന്ന് പറയുന്നത്. അതിൽ വിളിച്ച് നിങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഞാൻ എടുത്ത് നിങ്ങൾക്ക് കൃത്യമായ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഈ സൈറ്റിലെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വർക്ക് തന്ന ക്ലയൻറ്റിനും ഫാമിലിയോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ നന്നായിട്ട് തന്നെ അത് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. അവരും വളരെയധികം ഹാപ്പിയാണ്. എന്തായാലും അപ്പോൾ നമുക്ക് അടുത്തൊരു സൈറ്റിലെ മനോഹരമായ ഒരു വീഡിയോ കൊണ്ട് വീണ്ടും വരാം. അതുവരേക്കും സൈനിങ് ഓഫ് പറയുന്നു എബി ജോസഫ്, ട്രിവാൻഡ്രത്ത്.